ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആണെന്ന് പറയാം. കാരണം ഡൗ ജോൺസ് 274 പോയിന്റ് ഡൗണിലാണ്, നസ്ഡാക്ക് ഫ്ലാറ്റ് ആണ്. നസ്ഡാക്ക് കുറച്ച് നേരത്തെ ഒരു പോസിറ്റീവ് ആയിരുന്നതാണ്. ഡൗ ജോൺസും വലിയൊരു ഡൗണിൽ പോയിട്ട് അവിടെ നിന്ന് ഒന്ന് റിക്കവർ ആയി വരുന്നുണ്ട്. എന്നാലും ഒരു ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ട്. അത് ഏകദേശം 180 പോയിന്റ് 270 300 പോയിന്റ് ആ ഒരു റേഞ്ചിൽ നിന്നിട്ട് സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഏകദേശം ഒരു ഫ്ലാറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുകയാണ്. മിക്കവാറും ഒരു ഗ്യാപ് ഡൗണിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട്. കഴിഞ്ഞ 2 ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്നലെയും നമ്മൾ പ്രീ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഗിഫ്റ്റ് നിഫ്റ്റി ഒരു പോസിറ്റീവിലായിരുന്നു. പക്ഷേ ഒരു ഗ്യാപ് ഡൗൺ ആയിരുന്നു നിഫ്റ്റിയിലുണ്ടായിരുന്നത്. കൃത്യമായിട്ട് വേൾഡ് മാർക്കറ്റിന്റെ ഒരു റിഫ്ലക്ഷൻ രാവിലത്തെ മാർക്കറ്റിൽ വരുന്നില്ല ഓപ്പണിംഗ് സമയത്ത്. എന്തായാലും ഒരു ഗ്യാപ് ഡൗൺ പ്രതീക്ഷിക്കാം. നമുക്ക് ഡേറ്റയിലോട്ട് പോവാം. ഡേറ്റ ഇന്നലെ ക്യാഷ് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് ബൈയിങ് ആണ് ഇന്നലെ വന്നിരിക്കുന്നത്. FIS സ്റ്റോക്ക് 4969 കോടിക്ക് സെല്ലിംഗ് ആയിരുന്നു. DIS 5929 കോടിക്ക് ബൈയിങ് ആണ് ഇന്നലെ. നെറ്റ് ബൈയിങ് ആണ്, ഏകദേശം 1000 കോടി അടുപ്പിച്ച് നെറ്റ് ബൈയിങ് ആണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എക്സ്പയറി ആണ്, നിഫ്റ്റി എക്സ്പയറി ആണ്. ഓക്കെ, ഇന്ന് നിഫ്റ്റി എക്സ്പയറി ആണ്. FIS പുട്ട് ഓപ്ഷൻ 1.98 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. കോൾ ഓപ്ഷൻ 38,144 ക്വാണ്ടിറ്റി. കോൾ ഓപ്ഷനും രണ്ടും ബൈയിങ് ആണ്. പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും. പുട്ട് ഓപ്ഷൻ 1.89 ലാക്കാണ് ഇവർ FIS ഹോൾഡ് ചെയ്യുന്നത്. പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ലാക്ക് അടുപ്പിച്ച് കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ്. 1 ലാക്ക് അടുപ്പിച്ച് കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ്. പ്രോ 46,469 ക്വാണ്ടിറ്റി. രണ്ടുപേരും FISഉം പ്രോയും അവരുടെ മാർക്കറ്റ് വ്യൂ ഒരു ഡൗൺ സൈഡ് ആയിരിക്കും മിക്കവാറും. ക്ലൈന്റ് പുട്ട് ഓപ്ഷൻ സെല്ലിംഗ് ആണ്, കോൾ ഓപ്ഷൻ ബൈയിങ് ആണ്. പുട്ട് ഓപ്ഷൻ 2.6 ലാക്ക് ക്വാണ്ടിറ്റി. പുട്ട് ഓപ്ഷൻ 2.6 ലാക്ക് ക്വാണ്ടിറ്റി സെല്ലിങ്. കോൾ ഓപ്ഷൻ 61,000. ഓക്കെ, നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോകാം. മാർക്കറ്റ് ചിലപ്പോൾ ഒരു രണ്ട് സൈഡിലോട്ടും ട്രെൻഡിങ്ങിനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും ഒരു പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ഒരു ഗ്യാപ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിലും മിക്കവാറും ഒരു പോസിറ്റീവിനുള്ള സാധ്യതയുണ്ട്. ഡേ ക്യാൻഡിൽ ഇന്നലെ ഞാൻ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 23,000 താഴെ ഒരു ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലായിരിക്കും മിക്കവാറും ഇനി അടുത്ത് പോകാൻ സാധ്യതയുള്ളത്. പക്ഷേ ഇന്നലത്തെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കൃത്യമായിട്ടൊരു ഡോജിയാണ്. ഫുൾ ബൈയിങ് പ്രഷർ ആയിരുന്നു. താഴോട്ട് പോയെങ്കിലും അതേ സ്പീഡിൽ തന്നെ തിരിച്ച് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ആണ്. നമുക്കൊരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്യാൻഡിൽ സ്റ്റിക്ക് കൂടെ നോക്കണം. കാരണം ഓൾറെഡി ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്നു, അടുത്തൊരു ഇൻഡിസിഷൻ ഡോജി ക്യാൻഡിൽ വന്നു, അടുത്തൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ മാർക്കറ്റ് റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇന്നത്തെ ക്യാൻഡിലൂടെ നോക്കിയിട്ട് നമുക്ക് അതിലൊരു കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. കണ്ടിന്യൂ ആയിട്ട് കഴിഞ്ഞ 5 ദിവസം സെല്ലിംഗ് ആയിരുന്നു അല്ലെ, 6 ദിവസം ഫുൾ സെല്ലിംഗ് ആയിരുന്നു. 6 ദിവസം സെല്ലിംഗ് കഴിഞ്ഞിട്ട് ഇന്നാണ് ഒരു റിക്കവറി വന്നിട്ടുള്ളത്. ഇന്നലത്തെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലാണ് ഒരു റിക്കവറി വന്നിരിക്കുന്നത് 6 ദിവസത്തെ സെല്ലിങ്ങിന് ശേഷം. അപ്പം ഇന്നത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാൻഡിൽ ആയിരിക്കും ഇന്ന് വരുന്നത്. ഡിസിഷൻ എന്താണെന്ന് അറിയാൻ പറ്റും. ഇന്ന് വരുന്നത് ഒരു പോസിറ്റീവ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റിവേഴ്സ് പ്രതീക്ഷിക്കാം. അല്ല, വീണ്ടും 23,000 താഴെയാണ് വീണ്ടും ഒരു ക്ലോസിംഗ് വരുന്നതെങ്കിൽ മിക്കവാറും വരും ദിവസങ്ങളിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോകാനാണ് സാധ്യത. ഈ ഒരു റേഞ്ച് വരയ്ക്കും. ഈ ഒരു ട്രെൻഡ് ലൈനും 22,431 22,697 വരെ വരുന്ന ആ ഒരു റേഞ്ചിലോട്ട് മിക്കവാറും നിഫ്റ്റി ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇന്നത്തെ ക്യാൻഡിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ട് നമ്മൾ ഇന്നലെ 75 മിനിറ്റ്സിന്റെ ചാർട്ട് വരച്ചിരുന്നല്ലേ. ഇതായിരുന്നു ഇന്നലത്തെ നമ്മൾ ഏറ്റവും ബോട്ടം വരച്ചിരുന്ന 75 മിനിറ്റ്സിന്റെ ഒരു റേഞ്ച് ഉണ്ടായിരുന്നു. 22,788 22,860 ആ ഒരു റേഞ്ചിൽ നിന്നാണ് ഇന്നലെ മാർക്കറ്റ് ചെറിയൊരു റിവേഴ്സ് നമുക്ക് കിട്ടി. ഏകദേശം എനിക്ക് തോന്നുന്നു 200 പോയിന്റോളം മുകളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഇന്നും മുകളിലോട്ടുള്ള ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 75 മിനിറ്റ്സിൻ്റെയാണ് 2 സപ്ലൈ സോൺ മുകളിലോട്ടുള്ളത്. 23,249 22,304 വരെയുള്ള ഈ ഒരു റേഞ്ച്. ഈ ഒരു ഡ്രോപ്പ് ക്യാൻഡിൽ വന്നിട്ടുള്ള ആ ഒരു ബേസ് ക്യാൻഡിലിന്റെ 75 മിനിറ്റ്സിന്റെ ഒരു റേഞ്ച് ഉണ്ട്.
അത് കഴിഞ്ഞാൽ വീണ്ടും മുകളിൽ നമുക്ക് അവിടെ ഒരു അത് ഏകദേശം എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാൻഡിൽ ഈ മുകളിലത്തെ ഈ ഒരു ബേസ് ക്യാൻഡിൽ ഓൾറെഡി അത് പിയേഴ്സ്ഡ് ആയിട്ടാണ് താഴെ വന്നിരിക്കുന്നത്. എന്നാലും മുകളിലോട്ട് വരുമ്പോൾ നോക്കുക, ഇത് പിയേഴ്സ്ഡ് ആയി മുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, വയലേറ്റഡ് ആയിട്ട് ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് മിക്കവാറും വയലേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. 23,365, 23,407 ഓൾറെഡി ഇത് പിയേഴ്സ്ഡ് ആയിട്ട് വന്നതാണ്. അപ്പം അവിടെ പെൻഡിങ് ഓർഡേഴ്സിനുള്ള സാധ്യത കുറവാണ്. എന്നാലും ഹൈ ലിക്വിഡിറ്റി ഏരിയ ആയതുകൊണ്ട് തന്നെ ചിലപ്പം അവിടെ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് അതിനകത്തുള്ള പ്രൈസ് ആക്ഷൻ, ലോവർ ടൈം ഫ്രെയിമിൽ പ്രൈസ് ആക്ഷൻ നോക്കുക. ഇത് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം. താഴോട്ടുള്ളത് ഞാൻ തന്നിട്ടുള്ള ഈ ഒരു ലെവൽ തന്നെയാണ്, 75 മിനിറ്റ്സിന്റെ 22,788 എന്നുള്ള ഈ ഒരു ലെവൽ തന്നെയാണ്. നമുക്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. നിഫ്റ്റിയിൽ ഇൻട്രാഡേ ചാർട്ടിൽ നമ്മൾ ഇന്ന് ഇതുകൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഫ്യൂച്ചേഴ്സിന്റെ ചാർട്ടോടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഫ്യൂച്ചേഴ്സിന്റെ ചാർട്ടാണ്, നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സിന്റെ ചാർട്ടാണ്. ചാർട്ട് മാറിപ്പോകരുത്. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPR വരുന്നത് 40, ഏകദേശം 40 പോയിന്റിന് ഉള്ളിലാണ് ഒരു CPR വരുന്നത്. നിഫ്റ്റിയിലും ഇതിലും നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സിലും ഇത് തന്നെയാണ് വരുന്നത്. നാരോ CPR ആണ്. ചെറിയൊരു ഗ്യാപ് ഡൗൺ വന്നാൽ ഇവിടെ നിന്നൊരു സപ്പോർട്ട് കിട്ടും. ഇതിനുള്ളിലാണ് ഒരു സപ്പോർട്ട്, ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ, ഈ ഒരു റേഞ്ചിനുള്ളിൽ ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ ഉണ്ടാകും. 23,087, 23,067 CPRന്റെ ബോട്ടം വരുന്ന ഒരു സപ്പോർട്ട് ഏരിയ. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഒരു 40 പോയിന്റ് താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. 23,067 ഏകദേശം 23,030 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇവിടെ നിന്ന് മുകളിലോട്ട് എൻട്രി നോക്കാം. അല്ല, താഴെയാണ് ഒരു ഗ്യാപ് ഡൗൺ ആണ്, വലിയൊരു ഫോളിലോട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ആദ്യത്തെ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസിംഗ് നോക്കണം എവിടെയാണ് വരുന്നതെന്ന്. ഇതിന് താഴെയാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് നോക്കാം. ഇവിടെ ഒരു ഓപ്പണിംഗ് വരികയും തിരിച്ച് മുകളിൽ ഈ ഒരു ഏരിയയിൽ റീടെസ്റ്റിന് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് മാർക്കറ്റ് ഒരു ഫോളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. CPRന് താഴെയാണെങ്കിൽ. ഇന്നലത്തെ ചാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റിൽ CPR നല്ലൊരു റെസിസ്റ്റൻസ് ആയിരിക്കും. CPRന് മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് താഴോട്ടാണ് CPR വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്കൊരു റിവേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നാളെ വീണ്ടും മുകളിലോട്ടുള്ള CPR ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും ട്രെൻഡ് റിവേഴ്സിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ താഴെയാണ് ഒരു ഇത് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് സെല് ചെയ്യുക. മുകളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ റീടെസ്റ്റിൽ ബൈ ചെയ്യുക. ടാർഗറ്റ് ഇത് തന്നെയാണ്, 23,216, 23,235. മുകളിലോട്ടൊരു ലെവൽ കൂടെ ഉണ്ട്, ഒരു 100 പോയിന്റിന് മുകളിൽ 23,380, 23,324. പിന്നെ ബാക്കി അപ്ഡേഷൻസ് ഗ്രൂപ്പിൽ ലൈവായിട്ട് തരാം. നമുക്കടുത്ത് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോകാം. നിഫ്റ്റിയും ഇന്നലെ തിരിച്ചു കയറിയിട്ട് CPRലാണ് ഒരു റെസിസ്റ്റൻസ് വന്നത് ഏകദേശം. പിന്നെ അവിടെ നിന്ന് ഒരു 100 പോയിന്റ് താഴോട്ട് വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി. ഓക്കെ, ഇനിയിപ്പം നോക്കിയിട്ട് കാര്യമില്ല. ഇന്ന് നിഫ്റ്റിയിലും വൈഡ് CPR ആണ്, നാരോ CPR ആണ്. 22,973 തൊട്ട് 23,021 വരെയും ഏകദേശം 48 പോയിന്റിന്റെ CPR ആണ്. 48 പോയിന്റ് CPR ആണ്. ഇതിലും നമ്മൾ ഫീച്ചേഴ്സിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് 5 മിനിറ്റിന്റെ ക്യാൻഡിൽ നോക്കുക, ക്ലോസിംഗ് റേഞ്ച് എവിടെയാണെന്ന് നോക്കുക. ആദ്യത്തെ 5 മിനിറ്റിന്റെ CPRനുള്ളിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് നല്ലൊരു പോസിറ്റീവ് ആയിരിക്കും. CPRന് മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയൊരു ഒരു നെഗറ്റീവ്, പോസിറ്റീവ് അല്ല നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും CPR സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കണം എപ്പോഴും. നമുക്കൊരു സപ്പോർട്ടിലോ റെസിസ്റ്റൻസിൽ എത്തുമ്പോഴത്തേക്കും അവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കുക. ഇവിടെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ SL ഇട്ടിട്ട് ഇവിടെ നിന്ന് ബൈ എൻട്രി നോക്കുക. അല്ല, സ്ട്രോങ് ക്യാൻഡിൽ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് അവോയ്ഡ് ചെയ്യുക, ബൈയിങ്ങിലോട്ട് പോകാണ്ടിരിക്കാൻ നോക്കുക. ഫസ്റ്റ് നമുക്ക് CPRന്റെ തൊട്ട് താഴെയാണ് ഫസ്റ്റ് സപ്പോർട്ട് ഇട്ടേക്കുന്നത്. 22,981, 22,974 ഫസ്റ്റ് റെസിസ്റ്റൻസ് വരിക. 23,121, 23,141 ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത റെസിസ്റ്റൻസ് 23,235, 23,254. താഴോട്ട് ഞാൻ ഒരു സപ്പോർട്ടേ വരച്ചിട്ടുള്ളൂ, 847, 22,867. അപ്പം നിഫ്റ്റിയിൽ ഈ ഒരു 4 ലെവൽസേ ഉള്ളൂ. മിക്കവാറും ഇവിടെ നിന്നൊരു പോസിറ്റീവ് ട്രെൻഡിനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, നമുക്ക് ഡേ ക്യാൻഡിൽ നല്ലൊരു ബൈയിങ് പ്രഷർ വന്നിട്ടുള്ള ഡോജി ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്.
CPR നമുക്ക് താഴെയാണ് വന്നിരിക്കുന്നത്. അപ്പം CPR എന്തായാലും ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.